all your different project photos. 30 വർഷത്തോളമായി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇടം പിടിച്ച മൊബൈലുകൾ അപ്രത്യക്ഷമാകാൻ അവശേഷിക്കുന്നത് കൂടിയാൽ 10 വർഷം മാത്രം. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ലോകം കണ്ടതിൽ വെച്ച് ഉന്നത സാങ്കേതിക വിദഗ്ധനും ഫേസ്ബുക്ക് സ്ഥാപകനും ഫേസ്ബുക്ക് സിഇഒയും ഇപ്പോൾ മെറ്റ കമ്പനിയുടെ ഉടമസ്ഥനുമായ മാർക്ക് സുക്കൻബർഗാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇനി മൊബൈൽ ഫോണുകളുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് സ്മാർട്ട് ഗ്ലാസുകളാണ് എന്നോർക്കുക. കുറച്ച് വർഷങ്ങളായി മെറ്റ കമ്പനി ഇതിനു വേണ്ടിയുള്ള പര്യവേഷണങ്ങളിലാണ്. ഐ ഗ്ലാസുകളായി ധരിക്കാൻ പറ്റുന്ന വളരെ സൗകര്യപ്രദങ്ങളായ സ്മാർട്ട് ഗ്ലാസുകൾ വിപണിയിലെത്തിക്കഴിഞ്ഞു. ഇന്ന് മൊബൈൽ ഫോണുകൾ കൈകാര്യം ചെയ്യുന്നത് വിരലുകൾ ഉപയോഗിച്ചാണെങ്കിൽ സ്മാർട്ട് ഗ്ലാസുകളിൽ ഇത് വോയിസ് കമാൻഡുകളിലൂടെ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സെൻസറുകൾ കണ്ണടയിൽ സ്ഥാപിക്കുകയും ഇതിലൂടെ ആശയവിനിമയം നടത്താനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് കണ്ണടകൾക്ക് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഉപയോഗങ്ങളുമായി മെറ്റയുടെ റെയ്ബൺ സ്മാർട്ട് ഗ്ലാസുകൾ വിപണിയിലെത്തുന്നത്. ഇപ്പോൾ ആപ്പിൾ കമ്പനിയും ഇങ്ങനെയൊരു ദൗത്യവുമായി വന്നിട്ടുണ്ട്. മെറ്റ പ്ലീസ് കോൾ, മെറ്റ ടേക്ക് ഫോട്ടോസ്. ധരിച്ചിരിക്കുന്ന കണ്ണടയുടെ ഫ്രെയിമുകളിൽ ഒളിച്ചിരിക്കുന്ന സ്വിച്ച് ഓൺ ചെയ്ത് ഇത്തരം കമാൻഡുകൾ നൽകുമ്പോൾ സെൻസറുകൾ പ്രവർത്തിക്കുകയും മുന്നിലിരിക്കുന്ന വ്യക്തി അറിയാതെ തന്നെ പടങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം ഫോട്ടോകൾ നിയമവിരുദ്ധമായതിനാൽ നേരിയ ഒരു ബ്ലിങ്കിംഗ് ലൈറ്റ് മാത്രം കണ്ണടയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് പ്രത്യേകത. ഇങ്ങനെയൊരു സ്മാർട്ട് ഗ്ലാസ് കൊണ്ടുള്ള നേട്ടങ്ങളും ഉപയോഗങ്ങളും അനവധിയാണ്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്രയും പോലും സങ്കീർണമല്ല സ്മാർട്ട് ഗ്ലാസുകളുടെ ഉപയോഗം എന്നതാണ് സത്യം. ശബ്ദ സംവേദമായതിനാൽ കൈകൾ കൊണ്ടുള്ള സ്പർശനം ആവശ്യമില്ലാതെ വരുന്നു. കണ്ണടയിൽ സെൻസറുകൾ ഘടിപ്പിച്ചതിനാൽ കാഴ്ച പരിമിതികളുള്ളവർക്ക് ഇത് ഉപയോഗപ്രദമാകുന്നു. എങ്ങനെയെന്നാൽ മുന്നിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ശബ്ദ വിവരങ്ങൾ ഇത്തരം കണ്ണടകൾക്ക് നൽകുവാൻ സാധിക്കുന്നു. ഭാഷകൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്നു. പുസ്തകത്തിൽ തെളിയുന്ന വിവിധ ഭാഷകളിലുള്ള അക്ഷരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ശബ്ദ സന്ദേശങ്ങളായി മാറ്റുന്നു. മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഏത് ഭാഷ സംസാരിച്ചാലും ഇത് വിവർത്തനം ചെയ്ത് കേൾപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇതിൽ പ്രവർത്തിക്കുന്നു. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കണ്ണടകൾ മനുഷ്യൻ നൽകുന്ന നേട്ടങ്ങൾ നിരവധിയാണ് എന്ന് മാത്രമല്ല, ഇനിയും കൂടുതൽ വൈദഗ്ധ്യങ്ങൾ ഉൾപ്പെടുത്താനുതകുന്ന വിധത്തിലാണ് ഗവേഷണങ്ങൾ നടത്തുന്നത്. കണ്ണടകൾ കണ്ണിൽ നിന്ന് ഒരു കവറിലേക്ക് നിക്ഷേപിക്കുമ്പോൾ തന്നെ ഇതിലുള്ള ഓട്ടോമാറ്റിക് ചാർജർ പ്രവർത്തിച്ചു തുടങ്ങുകയും ചാർജ് നിലനിർത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ പല തവണ ഉപയോഗിക്കാൻ ഈ കണ്ണടകൾ പര്യാപ്തമാണ്. ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ഫീച്ചറുകളുമായാണ് മൊബൈൽ ഫോണിനെ പിന്നിലാക്കിക്കൊണ്ട് സ്മാർട്ട് ഗ്ലാസുകളുടെ രംഗപ്രവേശം. നന്ദി, നമസ്കാരം.